നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലങ്ങളാണ് പറഞ്ഞു വന്നിരുന്നത്. മറ്റു ഗ്രഹങ്ങളിലെ എല്ലാം പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിന്തിച്ചുകൊണ്ട് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ പ്രധാന ഫലമായി ചിന്തിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാർക്കും വരാൻ പോകുന്ന മാറ്റങ്ങളും നക്ഷത്ര ഫലവുമാണ് അവതരിപ്പിക്കുന്നത്. മേടം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് തുലാക്കൂറുകാരുടെ വ്യാഴരാശിമാറ്റ ഫലം ഒന്ന് പരിശോധിക്കാം. ഫലദാന വിഷയത്തിൽ ഗ്രഹചാരവശാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹം തന്നെയാണ് വ്യാഴം. അതിനുശേഷം മാത്രമാണ് ശനിയും രാഹുകേതുക്കളും സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം എല്ലാവർക്കും ഫലങ്ങൾ ഒരുപക്ഷെ മാറി മറിഞ്ഞേക്കാം. മെയ് 1-ാം തീയതി ഉച്ചയ്ക്ക് 2:02 PM വ്യാഴം രാശി മാറുകയാണ്. 2025 മെയ് 15-ാം തീയതി വരെ വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ മേടൻ രാശിയിൽ നിന്ന് വ്യാഴം ഇടവൻ രാശിയിലേക്കാണ് മാറുന്നത്. ഗോചരവശാൽ സമയം അനുകൂലമല്ല എങ്കിൽ പോലും ജാതകവശാൽ, അതായത് ദശാകാല പ്രകാരം നല്ല സമയമാണെങ്കിൽ അതിന്റെ ദോഷത്തിന്റെ കാഠിന്യം കുറഞ്ഞിരിക്കും. അതേസമയം രണ്ടും മോശമായാൽ ദോഷത്തിന് കാഠിന്യം കൂടും. രണ്ടും നല്ലതായാൽ നല്ല ഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവത്തിൽ വരും. ഈ ഒരു വസ്തുത ചിന്തിച്ചുകൊണ്ട് വേണം ഗോചരഫലത്തെ ശ്രവിക്കുവാനായിട്ട്. നമുക്ക് ഇന്ന് തുലാക്കൂറുകാരുടെ വ്യാഴരാശി മാറ്റം ഒന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7-ാം രാശിയിൽ നിന്ന് 8-ാം രാശിയിലേക്കാണ് എത്തുന്നത്. 8-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള പ്രശ്നമാർഗത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകത്തെ നമുക്കൊന്ന് കേൾക്കാം. അഷ്ടമേ തീവ്ര ദുഃഖ ഗതാതിബന്ധനം അജസ്രാദ്വാടനം എന്നാണ്. അതായത് കഠിനമായ ദുഃഖം, കഠിനമായിട്ടുള്ള രോഗം, ബന്ധനം, എപ്പോഴും യാത്ര അധികമായി വേണ്ടി വരുന്ന അവസ്ഥകൾ എന്നിവയൊക്കെയാണ് ഫലം. ദോഷഫലമാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഉള്ളത്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിൽ ശനിയുണ്ട്, 6-ാം ഭാവത്തിൽ രാഹുവുണ്ട്. അല്പം മോശകാലമാണ്, കരുതൽ എടുക്കേണ്ടതാണ്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും സ്കിൻ അലർജികളും ശ്വാസസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അപവാദ ശ്രവണവും ഒക്കെ കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. പൊതുവെ അധ്വാനവും അലച്ചിലും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. തനിക്കും അടുത്ത കുടുംബാംഗങ്ങൾക്കും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും തന്മൂലം മനക്ലേശവും ധനവ്യയവും ഒക്കെ ഉണ്ടായേക്കാം. ബന്ധുക്കളെക്കാൾ ഉപരി സുഹൃത്തുക്കളിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുക്കൾക്ക് ജയിക്കാനുള്ള സാഹചര്യങ്ങൾ തുലാക്കൂറുകാർ തന്നെ സ്വയം സൃഷ്ടിക്കുന്ന അവസ്ഥ വന്നേക്കാം. എന്നാൽ വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽ സ്ഥലമോ തൊഴിലില് ഇപ്പോൾ ചെയ്യുന്ന സ്ഥാനമോ ഒക്കെ ഒന്നിലധികം തവണ മാറേണ്ട അവസരങ്ങളും വന്നേക്കാം. തുലാക്കൂറുകാർ ഒരു കാരണവശാലും പണം ചിലവാക്കി ഒരു പുതിയ പ്രവർത്തനത്തിലും മറ്റും ഇടപെടാതിരിക്കുക. അതായത് പൊതുവെ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ കുറയുന്ന സമയമാണ്. ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഓരോ പ്രവൃത്തിയും ചെയ്യുവാൻ. അയ്യപ്പസ്വാമിക്കും മഹാവിഷ്ണുവിനും സർപ്പങ്ങൾക്കുമൊക്കെ ശക്തിക്കൊത്ത വഴിപാടുകളെ ചെയ്യുക. ദോഷങ്ങൾക്ക് കാഠിന്യം കുറയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് തുലാക്കൂറുകാരുടെ വ്യാഴരാശിമാറ്റ ഫലവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള നക്ഷത്രഫലം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസം നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വ്യാഴരാശിമാറ്റ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.